പ്രോബയോട്ടിക്സ് എന്താണ്? പ്രോബയോട്ടിക്സിന്റെ ഗുണങ്ങളും ഏതൊക്കെ ഭക്ഷണങ്ങളിലാണ് നമുക്ക് പ്രോബയോട്ടിക്സ് ലഭിക്കുന്നത്? ഇതിനെക്കുറിച്ചാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ അടുത്ത് സംസാരിക്കുവാൻ പോകുന്നത്. ഞാൻ ഡോക്ടർ അഞ്ജലി. ഇന്നത്തെ ഹെൽത്ത് ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ കുടലിൽ ചില നല്ല ബാക്ടീരിയാസ് നമുക്ക് വളരെയധികം അത്യാവശ്യമാണ്. നമ്മുടെ പ്രോപ്പറായിട്ടുള്ള ഡൈജഷനും നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങളെ ന്യൂട്രീഷ്യൻസ് കറക്റ്റായിട്ട് അബ്സോർബ് ആകുവാനും അതുപോലെ തന്നെ നമ്മുടെ രോഗപ്രതിരോധ ശക്തി കൂട്ടുവാനും ഒക്കെ നമുക്ക് ഈ ഒരു നല്ല ബാക്ടീരിയാസ് നമുക്ക് അത്യാവശ്യമാണ്. ഇതിനെയാണ് നമ്മൾ പ്രോബയോട്ടിക്സ് എന്ന് പറയുന്നത്. സോ ഈ പ്രോബയോട്ടിക്സ് നമ്മുടെ ദഹനശക്തി ഇംപ്രൂവ് ചെയ്യുവാനും അതുപോലെ തന്നെ നമ്മുടെ ഭക്ഷണത്തിലെ ന്യൂട്രിയൻസ് കറക്റ്റായിട്ട് അബ്സോർബ് ചെയ്യുവാനും പല പല രോഗങ്ങളെ പ്രിവെന്റ് ചെയ്യുവാനും അതുപോലെ തന്നെ യൂറിനറി ഇൻഫെക്ഷൻസ് അതുപോലെ തന്നെ നമുക്ക് ചില ക്യാൻസറിനെ കുടലിന്റെ ക്യാൻസറിനെ ഒക്കെ നമുക്ക് പ്രിവെന്റ് ചെയ്യുവാനും അതുപോലെ തന്നെ ഗ്യാസ്ട്രിക് സംബന്ധമായിട്ടുള്ള ചില രോഗങ്ങളൊക്കെ കൺട്രോൾ ചെയ്യുവാനും പലതരം സ്കിൻ കംപ്ലൈന്റ് നമുക്ക് പ്രിവെന്റ് ചെയ്യുവാനും ഒക്കെ നമുക്ക് ഈ ഒരു നല്ല ബാക്ടീരിയാസിന്റെ സഹായം വളരെയധികം അത്യാവശ്യമാണ്. നല്ല ബാക്ടീരിയാസിന്റെ കുറവ് മൂലം പല പല ആരോഗ്യ പ്രശ്നങ്ങളും നമുക്ക് വരാറുണ്ട്. ഉദര സംബന്ധമായിട്ടുള്ള രോഗങ്ങളും അതുപോലെ തന്നെ രോഗപ്രതിരോധ ശക്തി കുറഞ്ഞിട്ട് പെട്ടെന്ന് നമുക്ക് പനിയുടെ അല്ലെങ്കിൽ ജലദോഷത്തിനൊക്കെ പ്രോബ്ലംസ് വരിക, അതുപോലെ തന്നെ ഗ്യാസ്ട്രിക് സംബന്ധമായിട്ടുള്ള പ്രോബ്ലംസ് വരിക, അതുപോലെ തന്നെ റിക്കറന്റ് ആയിട്ടുള്ള യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസ് പോലെയുള്ള അസുഖങ്ങൾ വരിക, ചില സ്കിൻ കംപ്ലൈന്റ് കുട്ടികളിലൊക്കെ ആണെങ്കിൽ കരപ്പൻ അതുപോലെ തന്നെ എക്സിമ പോലത്തെയുള്ള സ്കിൻ കംപ്ലൈന്റ്സും ഇതുമൂലം നമുക്ക് വരുവാനുള്ള ചാൻസസ് ഉണ്ട്. സ്കിൻ ഡ്രൈ ആവുകയും അതുപോലെ തന്നെ താരൻ പോലെയുള്ള പ്രോബ്ലംസും ഒക്കെ നമുക്ക് ഈ ഒരു ബാക്ടീരിയാസിന് കുറവ് മൂലം നമുക്ക് വരുവാനുള്ള ചാൻസസ് ഉണ്ട്. നമുക്ക് ഈ പ്രോബയോട്ടിക്സിന്റെ ചില പൊടികളും അതുപോലെ തന്നെ സപ്ലിമെന്റ്സും ഒക്കെ ലഭിക്കുന്നതാണ്. പക്ഷെങ്കിൽ ഇതിന്റെ ഗുണമേന്മ എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് പറയുവാൻ സാധിക്കുന്നതല്ല. നമുക്ക് നാച്ചുറൽ ആയിട്ട് വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ നമുക്ക് വീട്ടിൽ തന്നെ ലഭിക്കുന്ന ചില പ്രോബയോട്ടിക്സ് ഉണ്ട്. അത് നമ്മൾ എല്ലാവരും ദിവസേന യൂസ് ചെയ്യുന്ന ഒന്നാണ്. പക്ഷെ പലർക്കും ഈ ഒരു അറിവ് ഉണ്ടായിരിക്കില്ല. സോ ഏതൊക്കെയാണ് ഈ പ്രോബയോട്ടിക്സിന്റെ സോഴ്സസ് എന്ന് നോക്കാം. മെയിനായിട്ടും തൈര്. അധികം പുളിയില്ലാത്ത തൈരിൽ ധാരാളമായിട്ട് പ്രോബയോട്ടിക്സ് അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പണ്ടുകാലത്തൊക്കെ നമ്മുടെ അച്ഛനമ്മമാരൊക്കെ രാവിലെ എണീറ്റ് പാടെ പഴങ്കഞ്ഞിയും തൈരും കാന്താരിമുളകും അല്ലെങ്കിൽ ചെറിയ ഉള്ളിയൊക്കെ ചതച്ചിട്ട് കഴിക്കാറുണ്ട്. ഇത് പ്രോബയോട്ടിക്സിന്റെ വളരെ നല്ലൊരു സോഴ്സസ് ആണ്. അതുപോലെ തന്നെ നമ്മുടെ പശുവിന്റെ നെയ്യ്, പിന്നെ ചില അച്ചാറുകൾ, കടയിൽ ഉണ്ടാക്കുന്ന പ്രിസർവേറ്റീവ്സ് ആഡ് ചെയ്ത അച്ചാറുകളിൽ അത്ര നമുക്ക് നല്ലതല്ല. വീട്ടിൽ ഉണ്ടാക്കുന്ന അധികം എരിവില്ലാത്ത അധികം വിനാഗിരി ഒന്നും ചേർക്കാത്ത അച്ചാറുകളിൽ ധാരാളമായിട്ട് പ്രോബയോട്ടിക്സ് അടങ്ങിയിട്ടുണ്ട്. നെല്ലിക്കയിലും മാങ്ങയിലും നാരങ്ങയിലും ഒക്കെ നമുക്ക് അത്യാവശ്യം പ്രോബയോട്ടിക്സ് അടങ്ങി. ഉപ്പിലിട്ട എല്ലാ പച്ചക്കറികളും, ക്യാരറ്റ് ആണെങ്കിലും ബീട്രൂട്ട് ആണെങ്കിലും ചില ഫ്രൂട്ട്സ് ഒക്കെ ഇടാറുണ്ട്, പൈനാപ്പിൾ ഒക്കെ ഇടാറുണ്ട്. ഉപ്പിലിട്ട ഒലിവും അതുപോലെ തന്നെ നമ്മുടെ ഉപ്പിലിട്ട നെല്ലിക്കയിലും ഒക്കെ നമ്മൾ കഴിക്കുന്നത് നമുക്ക് ഇത്തരം പ്രോബയോട്ടിക്സ് ഇംപ്രൂവ് ചെയ്യാൻ നമ്മളെ വളരെയധികം സഹായിക്കുന്നുണ്ട്. ചില ഡാർക്ക് ചോക്ലേറ്റുകളും ചില ഐസ്ക്രീമുകളിലും ഒക്കെ നമുക്ക് പ്രോബയോട്ടിക്സ് ലഭിക്കുന്നതാണ്. പഴങ്കഞ്ഞിയിൽ തൈര് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ധാരാളം പ്രോബയോട്ടിക്സ് ലഭിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. പക്ഷേങ്കിൽ നമുക്ക് ഡയബറ്റീസിന്റെ പ്രോബ്ലം അല്ലെങ്കിൽ കൊളസ്ട്രോളിന്റെ പ്രോബ്ലം അല്ലെങ്കിൽ അമിതവണ്ണം ഉള്ളവർക്കാണെങ്കിൽ ഇത് കഴിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. സോ അങ്ങനെയുള്ളവര് അതിലെ വെള്ളം മാത്രം എടുത്ത് കുറച്ച് തൈര് ആഡ് ചെയ്തിട്ട് നമുക്ക് അങ്ങനെ കഴിക്കാം. അപ്പൊ അധികം നമുക്ക് പ്രോബ്ലംസ് വരില്ല. പക്ഷേങ്കിൽ കുറഞ്ഞ അളവിൽ നമുക്ക് പ്രോബയോട്ടിക്സ് നമുക്കതിൽ ലഭിക്കുന്നതാണ്. ഇത്തരം ഡയബറ്റീസ് അല്ലെങ്കിൽ കൊളസ്ട്രോളിനൊക്കെ പ്രോബ്ലംസ് ഉള്ളവരാണെങ്കിൽ ഡെയിലി അങ്ങനെ പഴങ്കഞ്ഞി കഴിക്കുന്നത് ഒഴിവാക്കേണ്ടതാണ്. അതിൽ കുറച്ച് അന്നജത്തിന്റെ അളവും കൂടുതലായതുകൊണ്ട് നമ്മൾ കുറച്ച് ലിമിറ്റഡ് ആയിട്ട് നമുക്ക് കഴിക്കാവുന്നതാണ്. ഇതൊക്കെയാണ് പ്രോബയോട്ടിക്കിന്റെ മെയിൻ സോഴ്സസ് എന്ന് പറയുന്നത്. നമ്മുടെ മാർക്കറ്റിലൊക്കെ ലഭിക്കുന്ന വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ള പ്രോബയോട്ടിക്സിനെക്കാളും വളരെ ചെലവ് കുറഞ്ഞതും വളരെ സേഫ് ആയിട്ട് കഴിക്കാവുന്നതും ധൈര്യത്തോടെ കഴിക്കാവുന്നതുമായിട്ടുള്ള പ്രോബയോട്ടിക്സ് ആണ് ഇവയെല്ലാം. സോ ഇതൊക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുവാൻ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക. അമിതമായിട്ടുള്ള ഗ്യാസ്ട്രൈറ്റിസിന്റെ പ്രോബ്ലം അതുപോലെ തന്നെ അൾസർ ഒക്കെ ഉള്ളവരാണെങ്കിൽ, അമിതമായിട്ടുള്ള ഈ പുളിച്ചു തികട്ടിലൊക്കെ ഉള്ളവരാണെങ്കിൽ ഈ പ്രോബയോട്ടിക്സ് കഴിക്കുമ്പോൾ കുറച്ച് ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ കഴിക്കാൻ വേണ്ടിയിട്ട്. പ്രോബയോട്ടിക്സ് നമ്മുടെ ശരീരത്തെ കുറയുവാനുള്ള ചില കാരണങ്ങളുണ്ട്. ഒന്ന് മെയിനായിട്ടും അമിതമായിട്ടുള്ള ആന്റിബയോട്ടിക്സിന്റെ ഉപയോഗം, അതുപോലെ തന്നെ
ആൽക്കഹോൾ ഇൻടേക്ക്, അതുപോലെ തന്നെ അമിതമായിട്ടുള്ള സ്ട്രെസ്, നല്ല വിഷം അടങ്ങിയിട്ടുള്ള പച്ചക്കറികളും പഴങ്ങളും കഴിക്കുന്നതും ഈ പ്രോബയോട്ടിക്സിന്റെ നാശത്തിനൊരു കാരണമാകുന്നുണ്ട്. പിന്നെ പല അസുഖങ്ങളും നമുക്ക് ഇതിൽ മൂലം നമുക്ക് ഈ നല്ല ബാക്ടീരിയാസ് മൂലം നമുക്ക് കൺട്രോൾ ചെയ്യാൻ നമുക്ക് സഹായകരമാണ്. സോ ഇതൊക്കെ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുവാൻ എല്ലാവരും ശ്രദ്ധിക്കുക. എല്ലാവരും ആരോഗ്യത്തോടെ ഇരിക്കുക. മറ്റൊരു ഹെൽത്ത് ടിപ്സുമായിട്ട് വീണ്ടും കാണാം.